ഇറാന് വൻതോതിൽ ആയുധങ്ങൾ കൊടുത്ത് ചൈന. ഈ ഒരു റിപ്പോർട്ടാട്ടോ നമ്മൾ രാവിലെ തന്നെ കേട്ടത്. അതായത് കഴിഞ്ഞ ഒരു 1-2 ദിവസങ്ങളായിട്ട് ഈ ഒരു റൂമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഏതായാലും ഏകദേശം അത് കൺഫേംഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമനേനി വന്ന് ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതായത് ഇസ്രായേൽ അവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മറന്നിട്ടില്ല, തിരിച്ചടി എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ കൊടുത്തിരിക്കും, എല്ലാം കണക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ കണക്ക് വെച്ചത് ഇങ്ങനത്തെ ചില മറ്റു തരം നയതന്ത്ര ലക്ഷ്യങ്ങളും കൂടെ ഉള്ളിൽ വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്കറിയാം 1000-ഓളം മിസൈലുകളാണ് കഴിഞ്ഞ യുദ്ധത്തിൽ ഈ ഇറാൻ ഇസ്രായേലിലോട്ട് തൊടുത്തുവിട്ടിട്ടുള്ളത്. അപ്പം തന്നെ അവരുടെ ശേഖരത്തിൽ നിന്ന് കുറേയൊക്കെ മിസൈൽസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ ഇനിയും അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേൽ ഇങ്ങോട്ട് തിരിച്ച് മിസൈൽ വർഷം ചെയ്ത സമയത്ത് ഒരു കംപ്ലീറ്റ് ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇറാൻ ഇല്ല എന്ന് നമുക്കറിയാം. അയൺ ഡോം പോലത്തെ ഒരു സിസ്റ്റം അവർക്കില്ല. പക്ഷേ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവരതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ചൈന അവരുടെ HQ-9 എന്ന് പറഞ്ഞിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം വൻതോതിൽ ഇറാന് കൊടുത്തിട്ടുണ്ട്. ടെഹ്റാനിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയുടെ കുറേ എയർക്രാഫ്റ്റുകൾ, അതായത് എയർക്രാഫ്റ്റുകൾ വന്നിറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ഇതിൻ്റെ സപ്ലൈ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ കൂടുതൽ സ്ട്രോങ് ആവത്തേ ഉള്ളൂ. അതേ സ്ഥാനത്ത് തന്നെ മറ്റ് ചില ഫൈറ്റർ ജെറ്റുകൾ, J-10C പോലത്തെ ഫൈറ്റർ ജെറ്റുകളും ചൈന ഇറാന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തയെ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ സമയത്ത് ഈ രണ്ട് കൂട്ടരും യുദ്ധം നിർത്തി നമ്മൾ പറയുന്നുണ്ട്. യുദ്ധം നിർത്തിയത് അമേരിക്കയും ബാക്കിയുള്ള പല രാജ്യങ്ങളും ഇടപെട്ടിട്ടാണ്. കാരണം ഒരു മഹായുദ്ധത്തിലോട്ട് പോയിരുന്നെങ്കിൽ അതെല്ലാവർക്കും വലിയ അടിയാന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതറിയാത്തത് വേറെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. അപ്പം ഈ യുദ്ധം നിർത്തിയ സമയം കൊണ്ട് പുറത്തുള്ള പല സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്, യുദ്ധമൊക്കെ നിർത്തി ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന അതൊന്നുമല്ല. അതായത് രണ്ട് കൂട്ടരുടെയും ഒരു ബാലൻസ് വെച്ചിട്ടുള്ള പല ആയുധങ്ങളും, മിസൈൽസും മറ്റ് ഫൈറ്റർ ജെറ്റുകളും ഒരു അയൺ ഡോം പോലത്തെ പല സംവിധാനങ്ങളും തകർന്ന ഒരു അവസ്ഥയിലുള്ള സമയത്താണ് യുദ്ധം നിർത്തുന്നതും. ഇനി ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യേണ്ട ഒരു സമയം കൂടാണ്. അതായത് ഈ പറഞ്ഞ മിസൈൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുറഞ്ഞ കാലയളവിൽ എത്രത്തോളം അവർക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയില്ല. കാരണം ഇറാൻ്റെ മിസൈൽ സിസ്റ്റത്തിനെ പറ്റി ഇതുവരെ ആർക്കും ഒരു പിടുത്തമില്ല. അവരുടെ കയ്യിൽ എത്രത്തോളം മിസൈൽസ് ഉണ്ട്, അവരെത്ര പെട്ടെന്നാണ് മിസൈൽസ് ഉണ്ടാക്കുന്നത് പോലും ആർക്കും അറിയില്ല. ഈ ഒരു യുദ്ധം എന്ന സമയത്താണ് ഇസ്രായേലും അമേരിക്കയും ബാക്കിയുള്ള എല്ലാ ലോകരാജ്യങ്ങളും അടക്കം അറിഞ്ഞത് ഇറാൻ അത്ര സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം നമുക്ക് നമ്മുടെയൊക്കെ ഫ്രണ്ടിൽ ഒരു ബൂം കാണിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് അയൺ ഡോം ഉണ്ട്, മറ്റു പല പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട്, ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംസാരം, അതായത് വെടിപൊട്ടിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് അവിടെ വെടിപൊട്ടിയപ്പം നമുക്ക് മനസ്സിലായത് അവരുടെ സിസ്റ്റം എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, ഡെവലപ്ഡ് ആണെന്നുള്ളത്. എത്രത്തോളം അഡ്വാൻസ് ആണെങ്കിലും അതിനെയും ഭേദിക്കാൻ പറ്റുന്ന മിസൈൽസ് ഇറാൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് യുദ്ധം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് മാക്സിമം കേടുപാടുകൾ ഉണ്ടാക്കാൻ ഇറാന് പറ്റുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ യുദ്ധം അങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ യുദ്ധം സ്റ്റോപ്പായത്. ഇനി ഈ ഒരു ഗ്യാപ്പിൻ്റെ സമയം കൊണ്ട് ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും, ഇസ്രായേൽ സ്പെഷ്യലി അമേരിക്കയുടെ സൈഡിൽ നിന്നും മറ്റ് ചില രാജ്യങ്ങളുടെ സൈഡിൽ നിന്നും മാക്സിമം അവരുടെ ആയുധ കപ്പാസിറ്റി കൂട്ടാൻ തന്നെ നോക്കുന്നത്. ഇറാൻ ആണെങ്കിലും അത് തന്നെ ചെയ്യുന്നത്. കാരണം മിസൈൽസിൻ്റെ കാര്യത്തിൽ ഇറാൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കയ്യിൽ ഇല്ലാത്തത് ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഇറാൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ട് ഇല്ലാതിരുന്നത്. അതാണ് ഇപ്പം ചൈന കൊടുത്തു എന്നുള്ള വാർത്ത വരുന്നത്. ചൈനയുടെ HQ-9B എന്ന് പറഞ്ഞ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പം ചൈന അവർക്ക് വൻതോതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ കൂടുതൽ ശക്തമാവത്തേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ഇനിയൊരു ശക്തത കൈവരിക്കാനൊന്നും ഇസ്രായേലിനില്ല. അവരുടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അമേരിക്കയുടെ തന്നെ B-2 ബോംബേഴ്സ് വരെ വന്ന് ഇറാൻ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അതിനേക്കാൾ വലുതൊന്നും ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാനില്ല. പക്ഷേ ഇറാൻ ഇനി പലതും അവിടെ ചെയ്യാനുണ്ട് എന്നുള്ളതും ഈ ഒരു യുദ്ധം കഴിഞ്ഞതോടുകൂടി വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇനിയൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാനാണ് ഇറാൻ നോക്കുന്നത്. അതായത് കൂടുതൽ ഡിഫൻസ് സിസ്റ്റം വെക്കുക എന്നുള്ളതാണ്. മിസൈൽസ് വാങ്ങിക്കുക അല്ലെങ്കിൽ മറ്റ് ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഡിഫൻസ് സിസ്റ്റം സ്ട്രോങ് ആക്കാനായിരിക്കും ഇറാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ചൈനയുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അവർ വാങ്ങിച്ചതും. കാരണം ഇസ്രായേൽ ഏറ്റവും കൂടുതലായിട്ട് ഇസ്രായേലിന് അങ്ങോട്ട് മിസൈൽസ് വിട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്യാറില്ല. കാരണം ഇസ്രായേൽസിൻ്റെ കയ്യിൽ അത്ര മിസൈലുകളില്ല. അവർക്ക് ഫൈറ്റർ ജെറ്റുകളും മറ്റ് ബോംബിംഗ് സംവിധാനങ്ങളും ഉള്ളത്. അത് അവരും പിന്നെ ലോക 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുമായിട്ടുള്ള സാധനങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളെ ഡിഫെൻസ് ചെയ്യാനും അങ്ങനത്തെ ആക്രമണങ്ങൾ ചെറുത്ത് നിൽക്കാനുമായിരിക്കും ഇറാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അത് തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി വന്ന് പറഞ്ഞതും, ഇനി ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഞങ്ങൾ തീർത്തിരിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു കാരണം അത് തന്നെ ആയിരിക്കും. അപ്പം ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാലം നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ സംഘികളും നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ അങ്ങോട്ട് പോയ സംഘികളും പറഞ്ഞു നിന്ന പോലെ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല ഇസ്രായേൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇസ്രായേൽ ഇറാന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഹൂത്തികൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിലോട്ട് വരുന്ന 2-3 ഷിപ്പുകളായി അവർ ചെങ്കടലിൽ താത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് മറ്റ് പ്രോക്സി സംഘടനകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആ ഒരു രാജ്യം, ആ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ചിലപ്പം ഇല്ലാണ്ടായി പോകും. കാരണം വളരെ ചെറിയ രാജ്യമാണ് ഇറാനെ കമ്പയർ ചെയ്യുമ്പോഴും. മറ്റ് അപ്പുറത്തുള്ള ഹൂത്തികളെയും മറ്റ് ഹിസ്ബുള്ള ഇങ്ങനെയുള്ള പല ആളുകളും ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യമാണ്. അവർ ഇത്രയും കാലം പിടിച്ചു നിന്നത് അവരുടെ പൊങ്ങച്ചവും അവരുടെ തള്ളും അമേരിക്കയുടെ സപ്പോർട്ടും മറ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ടും പിന്നെ അവരുടെ ടെക്നോളജി മറ്റ് രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ അടക്കം അവരോടൊന്നും മിണ്ടാണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നതാണ്. പക്ഷേ അവരോടുള്ള പേടി പല രാജ്യങ്ങൾക്കും, ഇവൻ ചെറു രാജ്യങ്ങൾക്ക് പോലും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു പേടി മാറ്റാൻ ഈ ഒരു യുദ്ധം നല്ല രീതിയിൽ ഈ യുദ്ധം അതിനുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ഇനി അതിൻ്റെ കൂടെ റഷ്യയുടെ ഒരു സപ്പോർട്ടൂടെ വന്നു കഴിഞ്ഞാൽ, റഷ്യ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇതുവരെ ഒന്നും ചെയ്യും എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് എത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒന്നും അറിയില്ല. ചൈന സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ റഷ്യയുടെ ഒരു സപ്പോർട്ടൂടെ വന്നു കഴിഞ്ഞാൽ ഇറാന് പിന്നെ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഇറാൻ സ്ട്രോങ് ആയിരിക്കും, അത് ഉറപ്പ്.